ഞാനിന്ന് മസ്ജിദുൽ കുബ്ബയിൽ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച ഉണ്ടല്ലോ. മസ്ജിദുൽ കുബ്ബയിലേക്ക് സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇവിടെ എത്തിയത്. ആ സമയത്ത് സൂര്യന്റെ വെളിച്ചങ്ങനെ തട്ടിട്ട് എന്തൊരു ഭംഗിയാണ് കാണാൻ, എന്തൊരു ഭംഗിയുള്ള ഒരു കാഴ്ചയെന്ന് വെച്ചിട്ടാ. മസ്ജിദുൽ കുബ്ബ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു പള്ളി തന്നെയാണ് മസ്ജിദുൽ കുബ്ബ. മദീനയിലെ ആദ്യത്തെ പള്ളിയാണ് മസ്ജിദുൽ കുബ്ബ. ഒരുപാട് ചരിത്രങ്ങളുള്ള പള്ളി തന്നെയാണ് ഈ മസ്ജിദുൽ കുബ്ബ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്ന സമയത്ത് മസ്ജിദുൽ കുബ്ബ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ഒട്ടകം മുട്ടുകുത്തിയതും. ഇവിടെ ഈ തൊട്ടടുത്തുള്ള ഒരു തോട്ടത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴ തോട്ടത്തിലാണ് വിശ്രമിച്ചതും ഇവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുടെ കൂടെ ജീവിച്ചതും എന്നൊക്കെ പറയപ്പെടുന്നത്. അതിനുശേഷമാണ് മസ്ജിദുൽ കുബ്ബ ഇവിടെ നിർമ്മിക്കപ്പെട്ടത്, ഫസ്റ്റ് പള്ളിയായിട്ട്. പിന്നീട് നിർമ്മിക്കപ്പെട്ടതാണ് മസ്ജിദ് നബവി. അപ്പോൾ മസ്ജിദുൽ കുബ്ബ എന്നും പ്രാധാന്യമുള്ള ഒരു പള്ളി തന്നെയാണ് ഈ മസ്ജിദുൽ കുബ്ബ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ശനിയാഴ്ചകളിലും മസ്ജിദുൽ കുബ്ബയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മസ്ജിദുൽ കുബ്ബയിലേക്ക് പോയി നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉംറ ചെയ്ത് പ്രതിഫലം കിട്ടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെട്ടിട്ടുള്ളത്. മദീനത്ത് വരുന്നവരെല്ലാം മസ്ജിദുൽ കുബ്ബയിലും വന്നിട്ടാണല്ലോ പോകാറുള്ളത്. മസ്ജിദുൽ കുബ്ബയുടെ 4 സൈഡിലായിട്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതെല്ലാം ഇപ്പൊ മാർക്ക് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇതെല്ലാം കാണാനുള്ള തൗഫീഖ് പടച്ചോൻ നൽകട്ടെ. ആമീൻ.